നമസ്കാരം. മൊക്ക 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 ഇങ്ങനത്തെ ഒരു ടീം വെച്ചുകൊണ്ട്, ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് വെച്ചുകൊണ്ട് ഇവന്മാർ ഇന്ത്യയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ബോയ്ക്കോട്ട് ചെയ്യാനൊക്കെ ഇറങ്ങി തിരിച്ചത് ധൈര്യം സമ്മതിക്കണം. കാരണം ഇന്ന് ജസ്റ്റ് ഒരു ബോർഡർ ലൈനിൽ വന്നിട്ടാണ് ഇന്ന് പാകിസ്ഥാൻ നെതർലാൻഡുമായിട്ട് കളി ജയിച്ചിരിക്കുന്നത്. ഇന്നെങ്ങാനും തോറ്റിരുന്നുണ്ടെങ്കിൽ തലേക്കൂടെ മുണ്ടിട്ടുകൊണ്ട് പോകേണ്ടി വന്നേ പാകിസ്ഥാൻ. കാരണം ഇപ്പോൾ ഇന്ത്യയായിട്ടുള്ള കളി ബോയ്ക്കോട്ടും ചെയ്തിട്ട് ഈ കളിയും തോറ്റിട്ട് ഇനി USA നല്ല രീതിയിൽ പെർഫോം ചെയ്ത് USA ഇന്ത്യയുമായിട്ട് ഒഴിച്ചുള്ള കളികളിൽ അറ്റ്ലീസ്റ്റ് നന്നായിട്ട് നല്ല റൺ-റേറ്റിൽ ജയിക്കും കൂടെ ചെയ്തിരുന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഈ ടൂർണമെൻറ്റിൽ നിന്ന് തന്നെ ഒരുപക്ഷെ പുറത്തു പോയാൽ ഇന്നത്തെ കളി തോറ്റിരുന്നുണ്ടെങ്കിൽ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ട്. കഷ്ടിച്ച് എന്ത് പെർഫോമൻസ്, ഈ ഒരു ടീമിനെയും ഈ ഒരു രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് വെച്ചിട്ട് ഇത്ര ഇതൊക്കെ കാണിച്ച് വലിയ ഷോ കാണിച്ചിട്ട് ഈ ടൂർണമെൻറ്റിലേക്ക് വരേണ്ട ഒരു കാര്യമില്ല. ബാബർ അസത്തിനെ തിരിച്ചു നിർത്തിയിട്ട് പുറകിൽ നിന്ന് മടലിനടിച്ച് ടീമിൽ നിന്ന് എടുത്ത് പുറത്തിറങ്ങണം. അതാണ് പാകിസ്ഥാൻ ആദ്യം ചെയ്യേണ്ടത്. കയ്യിലിരുന്ന് കളി നന്നായിട്ട് ബോൾ ചെയ്തു, നല്ല ക്യാപ്റ്റൻസി ആയിരുന്നു. നെതർലൻഡിനെ 147 എന്ന് പറഞ്ഞൊരു സ്കോറിലേക്ക് അവർക്ക് പിടിച്ചൊതുക്കാനായിട്ട് സാധിച്ചു. നല്ല ബാറ്റിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന വിക്കറ്റായിരുന്നു. ഫസ്റ്റ് പാകിസ്ഥാൻ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ട് നല്ലൊരു പാർട്ണർഷിപ്പ് സൈം അയ്യൂബും അതുപോലെ തന്നെ ഷൈബ്സാദ ഫർഹാനും കൂടെ ബാറ്റ് ചെയ്തു. നല്ലൊരു പാർട്ണർഷിപ്പ്. ഷൈബ്സാദ ഫർഹാൻ 47 റൺസ് അടിച്ചു. അതിനുശേഷം ഇങ്ങോട്ട് സൽമാൻ അലി ആകെ അൺഫോർച്ചുനേറ്റ്ലി ഒരു ചെറിയ സ്കോറിന് ഔട്ടായി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ താരം വരുവാണ്. നമ്മൾ തമിഴിൽ പീഡോഗ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു അനലിസ്റ്റ് ഉണ്ട്. പുള്ളി ഈ ബാബർ അസത്തെ പറ്റി പാടുന്ന ഒരു പാട്ടുണ്ട് എപ്പോഴും, ഡോട്ട് മേലെ ഡോട്ട് വന്ന് എന്ന് പറഞ്ഞതുപോലെ അത് 100% കറക്റ്റാണ്. അതായത് ഇങ്ങനെ ഈ മൊമെറ്റത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു മാച്ചിനെ നേരെ തിരിച്ച് ഇത് നെതർലൻഡ്സിൻ്റെ കയ്യിലേക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് കിങ് ബാബറിന് സാധിച്ചു. ഇന്നത്തെ മാച്ചിൽ ബാബർ നോക്കണം, 18 ബോളിൽ 15 റൺസ് അടിച്ചത്. സിംഗിൾസ് അല്ലാതെ ഒരു ബൗണ്ടറി പോലും വരുന്നില്ല. അപ്പുറത്തെ സൈഡിൽ ഒരാൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഷൈബ്സാദ ഫർഹാൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല രീതിയിൽ നല്ല മൊമെൻറ്റത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പുള്ളിക്കാരൻ വന്നിട്ട് ഫുള്ള് മൊമെൻറ്റം തകർത്തിട്ട് പാകിസ്ഥാനെ കൊണ്ടുവന്ന് ഒരു പൊസിഷനിൽ കൊണ്ട് നിർത്തി, ഒരു വൃത്തികെട്ട പൊസിഷനിൽ കൊണ്ട് നിർത്തി. അവിടുന്ന് അവർക്ക് തിരിച്ചു കയറാൻ ഓൾമോസ്റ്റ് കളി തോൽക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്ന് പാകിസ്ഥാനെ കൊണ്ടെത്തിച്ചു. അതിൻ്റെ ഏറ്റവും മൂല കാരണം സത്യം പറഞ്ഞാൽ ബാബർ അസം തന്നെ. ബാബർ അസമത്തിനെ ഇങ്ങനെ കോളർ പിടിച്ച് ടീമിന് പുറത്തേക്ക് കളയേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ. ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ടൂർണമെൻറ്റിൽ പണി കിട്ടും. നെതർലൻഡ്സിനെക്കാട്ടി നല്ല ടീമാണ് USA. ഇന്ത്യയുമായിട്ട് എന്തായാലും കളിക്കുന്നില്ല. ഏതെങ്കിലും ഒരു കളി തോറ്റു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളിയിൽ മഴ വന്നിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഒരു ഞാനിന്മേൽ കളിയായിരിക്കും പാകിസ്ഥാൻ ഈ ഒരു ടൂർണമെൻ്റ് എന്ന് പറയുന്നത്. ഏകദേശം ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള മൂഡിലായിരുന്നു. അവസാനത്തെ 3 ഓവർ വന്നപ്പോൾ 3 ഓവറിൽ 33 റൺസായിരുന്നു വേണ്ടത്. ഏകദേശം 7 വിക്കറ്റും പോയി. അപ്പോൾ ഞാൻ കരുതി കളി പാകിസ്ഥാൻ തോറ്റു എന്ന് തന്നെ കരുതി. സെലിബ്രേറ്റ് സത്യം പറഞ്ഞാൽ ഇവർ ഈ കാണിക്കുന്ന ഷോയും ഇവർ ഈ കാണിക്കുന്ന ഈ പരിപാടികളും കോലാഹലങ്ങളും ഒക്കെ കണ്ടിട്ട് പിന്നെ ഇവരുടെ പെർഫോമൻസുകൾ കാണുമ്പോഴത്തേ സെലിബ്രേറ്റ് ചെയ്യാനേ തോന്നുള്ളൂ. പാകിസ്ഥാൻ ആസ് എ ടീം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ടീമാണ്. അവർ നന്നായിട്ട് പെർഫോം ചെയ്യണമെന്നും കയറി വരണമെന്നും ആഗ്രഹമുള്ളൊരു ടീമാണ്. പക്ഷേ പാകിസ്ഥാൻ ഒരിക്കലും അവരുടെ ക്രിക്കറ്റിലല്ല ഫോക്കസ് ചെയ്യണം. അവരുടെ ഫോക്കസ് മൊത്തം മറ്റു കാര്യങ്ങളിലാണ്. മത്സരിക്കുകയാണ് ഇന്ത്യയായിട്ട് മത്സരിക്കാനുള്ള യാതൊരുവിധ പൊസിഷനിലും അല്ല പാകിസ്ഥാൻ ക്രിക്കറ്റ് ഇപ്പോൾ ഉള്ളത്. ഫിനാൻഷ്യലി നോക്കിയാലും പെർഫോമൻസ് വൈസ് നോക്കിയാലും ഇനി ഇൻഫ്രാസ്ട്രക്ചർ നോക്കിയാലും ഇനി അവരുടെ ടോട്ടൽ സിസ്റ്റം നോക്കിയാലും പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പിന്നിലാണ്. അതാണ് യാഥാർത്ഥ്യം. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും നല്ല ക്രിക്കറ്റ് കളിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇങ്ങനെ ആവശ്യമില്ലാത്ത ബോയ്ക്കോട്ട്, കുന്തം, കൊടച്ചക്രം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ഈ രീതിയിൽ നാണം കെടാനും വേണം, ഒരു റേഞ്ച് വേണം. അത് പാകിസ്ഥാന് മാത്രമേ ഉള്ളൂ. പാകിസ്ഥാൻ്റെ ബോളേഴ്സൊക്കെ അത്യാവശ്യം പോട്ടെ. ഷൈൻ ഷാ അഫ്രീദിക്ക് നല്ല രീതിയിൽ നടിയുണ്ട്. 2 സീനിയർ പ്ലേയേഴ്സ്, ഇവരുടെ വലിയ സൂപ്പർ താരങ്ങളാണ് ഷൈൻ ഷാ അഫ്രീദിയും അതുപോലെ തന്നെ ബാബർ അസം. ബാബർ അസം മൊട്ടയിട്ട് പോയാലും പാകിസ്ഥാൻ ഫാൻസിന് കിങ് ബാബറാണ്. കമ്പയർ ചെയ്യുന്നത് വിരാട് കോഹ്ലിയോടും മറ്റ് ലോകത്തിലെ പ്രമുഖ താരങ്ങളോട്. അവരും ബാബർ അസവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഈ മണ്ടന്മാർക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെന്ന് എന്നെ സംബന്ധിച്ച് വലിയൊരു അത്ഭുതമാണ്. കാരണം ബാബർ അസം എന്നാണ് ഒരു ICC ടൂർണമെൻറ്റിൽ ഒരു ക്രൂഷ്യൽ മാച്ചിൽ പാകിസ്ഥാന് വേണ്ടിയിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്? വിരാട് കോഹ്ലിയൊക്കെ കളിച്ചിട്ടുള്ളതിൻ്റെ ഒരു 10 അംശം ബാബർ അസം കളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള ഒരാളും ഷൈൻ ഷാ അഫ്രീദി ഇന്ന് ബോൾ ചെയ്തിട്ട് നല്ല രീതിയിൽ അടി വാങ്ങിച്ചു. ഷൈൻ ഷാ അഫ്രീദിക്ക് ഇന്ന് അടി കൊണ്ടത് 9.33 ആണ് എക്കോണമി. ഈ 147 അടിച്ച ഒരു കളിയിൽ പുള്ളിയെ 28 റൺസ് അടിച്ചു 3 ഓവറിൽ. എന്നിട്ട് സൽമാൻ അലി മിർസ എന്ന് പറഞ്ഞ ബോളറുണ്ട്. ആ പുള്ളിക്കാരൻ 3 വിക്കറ്റ് ഇട്ടു. 6.26 ആണ് എക്കോണമി. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ സ്പിന്നേഴ്സ് അബ്രാർ അഹമ്മദും നല്ല രീതിയിൽ ബോൾ ചെയ്തു. സൈം അയ്യൂബ് പാർട്ട് ടൈം ബോളറാണ്, വന്നിട്ട് 2 വിക്കറ്റ് ഇട്ടു. എന്നാലും അവരുടെ ക്യാപ്റ്റൻസിയും കുഴപ്പമില്ലായിരുന്നു. ബോളിങ്ങിന് അങ്ങനെ കുറ്റം പറയാനായിട്ടൊന്നും വലിയ രീതിയിലൊന്നുമില്ല. പക്ഷേ ഷൈൻ ഷാ അഫ്രീദിക്ക് അടി കൊണ്ടു എന്നുള്ളതേ ഉള്ളൂ. ബാറ്റിങ്ങിൽ വന്നിട്ടാണ് ഇപ്പോൾ ഇവരുടെ ബാറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ ബാറ്റിങ്ങിൽ ആദ്യത്തെ 3 പേരിനകത്ത് സൽമാൻ അലി ആകെയുടെ സ്ട്രൈക്ക് റേറ്റ് കൂട്ടുണ്ട്. കാരണം 8 ബോളെ ഫേസ് ചെയ്തുള്ളൂ, 12 റണ്ണേ അടിച്ചുള്ളൂ. ഷൈബ്സാദ ഫർഹാൻ
സൈമായി ഇവർ രണ്ടുപേരുടെയും സ്ട്രൈക്ക് റേറ്റ് 151 184 അത് കഴിഞ്ഞാൽ വേറെ ആർക്കും 100 മേളിൽ സ്ട്രൈക്ക് റേറ്റ് ഇല്ല. ബാബർ അസദിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 83 പിന്നെ ഉസ്മാൻ ഖാൻ്റെ സ്ട്രൈക്ക് റേറ്റ് 0, ഫസ്റ്റ് ബോൾ ഡക്കാണ്. അതുപോലെ തന്നെ ഷതാബ് ഖാൻ്റെ സ്ട്രൈക്ക് റേറ്റ് 66. മുഹമ്മദ് നവാസിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 46. അവിടുന്ന് വന്നിട്ട് ഈ ഫഹീം അഷ്റഫ് വന്ന ആ ഒരു ക്യാമിയോ കളിച്ച് പാകിസ്ഥാനെ രക്ഷിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ, ഫഹീം അഷ്റഫിനെ പറ്റി ഇതുവരെ പറഞ്ഞില്ല. ഫഹീം അഷ്റഫ് ഇന്ത്യയായിട്ടുള്ള കളിയിലും നല്ല രീതിയിൽ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഏഷ്യ കപ്പിലും കാണിച്ച ഒരു പ്ലെയറാണ്. നല്ല രീതിയിൽ ആ ഒരു വിക്കറ്റ് എടുക്കുന്ന ബോൾ ചെയ്യുന്ന കാര്യത്തിലായാലും ബാറ്റ് ചെയ്തപ്പോഴായാലും കുറച്ച് അവസാനം വന്നിട്ട് ഇന്ത്യക്കെതിരെ കുറച്ച് റണ്ണടിച്ച ഫഹീം അഷ്റഫാണ്. സോ ആ ഒരു സ്പിരിറ്റ് പുള്ളിക്കാരനുണ്ട്. പുള്ളിക്കാരൻ വന്നിട്ട് ഇന്ന് 11 ബോൾ 29 റൺസ് അടിച്ച ക്യാമിയോ കളിച്ചില്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഇന്ന് 8 നില പൊട്ടിയനെ, നാണം കെട്ടാനെ. നാണം കഴി കൂടുതൽ നാണം കെടാനൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. വേൾഡ് കപ്പിൻ്റെ ഫസ്റ്റ് മാച്ചിൽ നെതർലൻഡ്സിൻ്റെ കൂടെ അവരുടെ കയ്യിൽ ഒന്നുമില്ല. 11 പേര് റൈറ്റ് ഹാൻഡേഴ്സ് ഉള്ള ഒരു ടീമാണ് നെതർലൻഡ്. 11 പേര് കളിക്കുന്ന 11 പേര് റൈറ്റ് ഹാൻഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ബോളിംഗിൽ എന്തുമാത്രം ഫ്രണ്ട്ലി ആയിരിക്കും. പ്രത്യേകിച്ചും ഷൈൻ ഷഫ്രീദ് ലെഫ്റ്റ് ഹാൻഡർ, അതുപോലെ തന്നെ അവർക്ക് നല്ല സ്പിന്നേഴ്സ് ഉണ്ട്. പക്ഷേ അവരുടെ കൂടെ ഈ രീതിയിലുള്ളൊരു ബാറ്റിംഗ് കാഴ്ചവെച്ചാൽ അപ്പോൾ ഇന്ത്യയും അല്ലെങ്കിൽ ഓസ്ട്രേലിയയോ ന്യൂസിലൻഡോ ഇംഗ്ലണ്ടോ ഒക്കെ വരുമ്പോൾ ഇവന്മാർ എന്ത് ചെയ്യും? എന്ത് ധൈര്യത്തിലാണ് ഇവർ ഈ ലോകകപ്പിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? എന്തായാലും ഫസ്റ്റ് മാച്ച് തന്നെ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ത്രില്ലിംഗ് ആക്കി തന്നതിന് പാകിസ്ഥാന് നന്ദി. ഈസി ആയിട്ട് ജയിക്കേണ്ട ഒരു നോർമൽ കളിയായിട്ട് പോകേണ്ട, ഒരു ബോറിംഗ് ആയിട്ട് പോകേണ്ട ഒരു കളിയെ പാകിസ്ഥാൻ ഒരു ത്രില്ലറാക്കി മാറ്റിയിരിക്കണം. അതിന് ICCയും മറ്റ് അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റേഴ്സ് എല്ലാവരും പാകിസ്ഥാന് നന്ദി പറയണം. കൊള്ളാം, എന്തായാലും സൂപ്പറായിട്ടുണ്ട്. അതാണ് ഇപ്പോൾ വേൾഡ് കപ്പിലെ ഫസ്റ്റ് കളിയുടെ റിവ്യൂ. നമുക്ക് ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒരു കളി നടക്കാനായിട്ട് പോകുന്നുണ്ട്. അടുത്ത മാച്ചുകളിലെ അല്ലെങ്കിൽ മറ്റ് ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.